ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഈ ഒരു പ്രത്യേക മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു പ്രപഞ്ചശക്തി, നിങ്ങളിത് കാണണമെന്ന പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണും. നിങ്ങൾക്കുള്ള പ്രത്യേക സന്ദേശമാണ് ഇത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. സോ ഫസ്റ്റ് പൈൽ നമ്പർ 1, ഈ ഒരു പിക്ചർ, ഈ ഒരു മൂങ്ങയാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മോതിരമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, പൈൽ നമ്പർ 1. ആൻഡ് ഈ ഒരു മോതിരമാണ് എങ്കിൽ പൈൽ നമ്പർ 2 ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ റീഡിങ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾ കേൾക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിയോഗമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പൈൽ നമ്പർ 1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ King of Cups, 6 of Cups, 9 of Swords, Queen of Wands, Moon card, last വന്നിട്ട് Hierophant energy, main theme വന്നിട്ട് 3 of Wands connections ആണ്. സോ ആദ്യം തന്നെ പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിങ് ഓഫ് ഫോൺസ് ആൻഡ് മൂൺ കാർഡാണ്. സോ നിങ്ങളുടെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത്, നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം വികാരധീനരായിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ ഒരു കുറച്ചധികം ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് വരുന്ന കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു വരുന്ന ഒരു 10-18 ദിവസക്കാലം വരുന്ന മുമ്പോട്ടേക്കുള്ള സമയമായിരിക്കും ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ഓൾറെഡി 10-18 ദിവസമായിട്ട് നിങ്ങൾ ഈ ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ മാനസികമായിട്ട് ഒത്തിരി സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സംഘർഷങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഹിഡൻ ഫീലിങ്സ്, അത് പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വളരെ അൺസർട്ടൺ ആയിരിക്കും. അതായത് ഇനി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത ഉണ്ടാവില്ല, എന്താണ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് എന്നുള്ളതിൽ ഒരു ധാരണയും ഉണ്ടാവില്ല. ചിലപ്പോൾ വിദേശത്തുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ, സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ മറ്റ് പെർമിറ്റോ അല്ലെങ്കിൽ വിസ, മറ്റ് കാര്യങ്ങളോ ഒന്നും റെഡി ആയിട്ടുണ്ടാവില്ല. അവിടെ സ്ഥിരമായിട്ടുള്ളത് റെഡി ആവുന്നുണ്ടാവില്ല. ചിലപ്പോൾ പി ആറിന് ശ്രമിക്കുന്നവരായിരിക്കാം, അതിൻ്റെ കാര്യങ്ങൾ എന്താവുമെന്ന് അറിയില്ല. ആ സമയത്ത് ചിലപ്പോൾ ജോലിയുടെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ തന്നെ തുടരണോ, പുതിയ ജോലിയിലേക്ക് പോകണം എന്നുള്ളൊരു സംഘർഷമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ സാഹചര്യമായിരിക്കാം, ചിലപ്പോൾ അത് ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധത്തിലായിരിക്കാം. എന്താണ്, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇപ്പോൾ ബന്ധം തുടർന്നു കൊണ്ടുപോകണോ, ഒരു ഡിവോഴ്സിലേക്ക് പോകണോ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൻ്റെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ടാവാം, ഒരു പരിധിവരെ തീരുമാനമായിട്ടുണ്ടാവും എല്ലാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിശ്ചയം വരെ ആയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് അപ്പോഴായിരിക്കും ഒരു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവ്. അപ്പോൾ തിരിച്ചു പോകണമോ അതോ വിവാഹത്തിലേക്ക് പോകണോ എന്നൊക്കെയുള്ളൊരു ചിന്തയാവാം. ഇവിടെ ഭയങ്കരമായിട്ടൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ട് കാര്യകാരണങ്ങൾ അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ, ആ സിറ്റുവേഷനിൽ സ്റ്റോപ്പ് സ്ട്രഗിളിങ്, അതായത് മുന്നോട്ടേക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു മൂൺ എനർജി അല്ലെങ്കിൽ മൂൺ ലൈറ്റ് കാണിക്കുമ്പോൾ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ മുന്നോട്ടേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡീപ്പ് റിലീസായിരിക്കും. അതായത് നിങ്ങളെ മുന്നോട്ടേക്ക് ഫ്ലോട്ട് ചെയ്യാൻ, അതായത് സത്യത്തിലേക്ക് അല്ലെങ്കിൽ ഫാക്റ്റിലേക്ക്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന എന്നുള്ള വ്യക്തതയിലേക്ക് നിങ്ങളെ ഒഴുക്കിക്കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത്. ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു മൂൺ എനർജിയിലേക്ക് നിങ്ങൾ പോകുന്തോറും ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള പല ചിന്തകൾക്കും, പല ഇൻസെക്യൂരിറ്റീസ്, അപകർഷതാ ബോധങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു അറുതി വരികയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് പറയാം. കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവയർനെസ് കിട്ടുകയാണെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത്.
അതേപോലെ തന്നെ മറ്റുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതം, മറ്റൊരാളുടെ പേഴ്സണാലിറ്റി, അവരുടെ ചിന്തകൾ, അവരുടെ സ്ട്രെസ്, അവരുടെ ആങ്കർ, അവരുടെ നെഗറ്റിവിറ്റീസ്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അടുപ്പമുള്ള വ്യക്തിയായിരിക്കാം. പലപ്പോഴും നമുക്ക് വളരെ അടുപ്പമുള്ള വ്യക്തികളുടെ ഇമോഷൻസ് നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ഫ്രസ്ട്രേഷനും ആണ് അവരുടെ എല്ലാം നിങ്ങൾ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങളുടെ എനർജി ആയിരിക്കില്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേറ്റീവ് ഒരു എനർജിയിൽ ഇരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഗൈഡ് ചെയ്യുന്നൊരു സമയമാണിത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അതായത് മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതിരിക്കെ മറ്റുള്ളവരെ എന്താ പറയുക, ഒരു നിങ്ങൾ മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അവർ നിങ്ങളെ മുതലെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടും ചില കാര്യങ്ങൾ സഹിച്ചു പോകാമെന്ന് നമ്മൾ പറയും. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്നതിന് പകരം ആളുകൾ പൊതുവെ പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, മനസ്സിലാക്കൽ ഒരു സൈഡിലേക്ക് മാത്രമല്ല, രണ്ട് സൈഡിലേക്കും ഉണ്ട് എന്നുള്ള. അങ്ങനെയാണെങ്കിലാണ് അവിടെ ഫുൾഫിൽമെൻറ്റ് വരിക എന്നുള്ളത്. ഇവിടെ ഒരു എനർജി ഓഫ് 6 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് വോൺസ് എനർജിയാണ്. കൊടുക്കൽ വാങ്ങലുകളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ്. നിങ്ങളിപ്പോൾ കേൾക്കേണ്ടുന്ന ഒരു സന്ദേശവും ഇത് തന്നെയാണ്. ഈ ഒരു സന്ദേശം 6 ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസിങ് ഒരു ഓൾഡ് മെമ്മറി നിങ്ങൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് അതുപോലെയുള്ളൊരു സൗഹൃദമായിരുന്നിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തായിരിക്കാം. അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകളായിരുന്നു, അതായത് സ്നേഹമായാലും എന്തായാലും കൊടുക്കൽ വാങ്ങലുകളാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ചില സൗഹൃദങ്ങൾ വിട്ടുപോയ സൗഹൃദങ്ങളാവാം, പ്രണയമായിരിക്കാം. ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട്, സാഹചര്യം കൊണ്ട്, ചുറ്റുപാട് കൊണ്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണില്ല. പക്ഷെ ചുറ്റുപാടുമുള്ള ആളുകൾ, സാഹചര്യങ്ങളായിരിക്കാം അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു വ്യക്തി ടോക്സിക് അല്ല, അബ്യൂസീവ് അല്ല, അങ്ങനത്തെ സിറ്റുവേഷനൊന്നും അല്ല, മറിച്ചൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ അകന്നു പോയ സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുത്ത് ഒരു ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിന് സാധ്യത ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ക്ഷമിക്കാനുള്ള ഒരു സാഹചര്യവും ആവാം. ഇവിടെ അക്സെപ്റ്റ് ഹ്യൂമൻനെസ്, നമ്മൾ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. തെറ്റുകുറ്റങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവും. ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇവിടെയും നിങ്ങളുടേതായിട്ടുള്ളൊരു എനർജി ഉണ്ട്. കാരണം നിങ്ങളുടെ ക്യൂൻ ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് പാസ്റ്റുമായിട്ട്, അതായത് പീസ് വിത്ത് പാസ്റ്റ് എന്നുള്ള നമ്മൾ പറയുമല്ലോ, കഴിഞ്ഞുപോയ കാലമായിട്ട് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ആ ഒരു പീസ്ഫുൾ എൻവയൺമെൻറ്റിൽ ഇരിക്കുക. പക്ഷേ അതോടൊപ്പം തന്നെ ക്യൂൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസും ഉണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് യു ആർ കേപ്പബിൾ. ഒരാൾക്ക് മാപ്പ് കൊടുക്കാനോ ഒരാളെ സ്വീകരിക്കാനോ നിങ്ങളെ ഫോഴ്സ് ചെയ്യോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധം മൂലം ആവരുത്. അത് നിങ്ങൾ മനസ്സറിഞ്ഞ് ഒരാളെ സ്വീകരിക്കുകയോ മാപ്പ് കൊടുക്കുകയാണ് എങ്കിൽ ഓക്കെ. അതല്ല, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്നുള്ള അനുഭവം നിങ്ങൾക്ക് ഒരു തരത്തിലും മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാപ്പ് കൊടുത്താലും ഇല്ലേ, അത് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനമാണ്. കാരണം നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത്. മറ്റൊരാൾ ഫോഴ്സ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കാം. അങ്ങനെ മറ്റൊരാൾ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം കുറ്റപ്പെടുത്താൻ തോന്നും. ഇത് രണ്ടുമല്ല വേണ്ടത്, നിങ്ങളുടെ ഉറച്ച തീരുമാനമായിരിക്കണം ഇവിടെ വേണ്ടത് എന്നുള്ളൊരു മെസ്സേജാണ്. അതേപോലെ 6 ഓഫ് കപ്സ് ആൻഡ് ഹൈറോഫന്റ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ളൊരു പാർട്ട്, അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഭാഗം, എല്ലാവരുടെയും ഉള്ളിൽ അവരുടെ ഒരു പാർട്ട് ഉണ്ട്. അത് മറ്റുള്ളവരിൽ ഓപ്പൺലി ഷെയർ ചെയ്യാൻ പറ്റാത്ത, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ മാത്രമാണ് കാണുന്നത്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എല്ലാവരോടും പറയണമെന്നില്ല. അതിന് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നു. കാരണം അവിടെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നു, അത് തന്നെ വളരെയധികം ധാരാളമാണ്. ഓക്കെ, 9 ഓഫ് സോട്സ് ആൻഡ് മൂൺ കാർഡ് എനർജീസ് ആണ്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പല കൺഫ്യൂഷൻസും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ആ കൺഫ്യൂഷനിൽ പലതും നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഇവിടെ 9 ഓഫ് സോട്സ് എനർജി സിറ്റുവേഷൻസ് സൂചിപ്പിക്കുന്നത്
അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. നെഗറ്റീവ് തോട്ട്സ്, മനസ്സിലേക്ക് വരുന്ന ഭയങ്ങൾ, പലപ്പോഴും നമ്മളുടെ ഭയങ്ങൾ, നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത്, എന്ത് നടക്കുമെന്നാണോ ഭയപ്പെടുന്നത്, അത് സത്യമാകാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നു അത്രത്തോളം ആ ഒരു ഭയം വീണ്ടും വളർന്നുവെന്ന് നമ്മൾ പറയുമല്ലോ. നമ്മളൊരു കാര്യത്തെ ഭയക്കുമ്പോൾ അത് ചെറിയൊരു രൂപമായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ഭയന്ന് ആ രൂപം വളർന്നു വലുതാകും, അതൊരു സത്യമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ പെസിമിസ്റ്റിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് മാറ്റാം. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവായിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്കിങ്ങനെ, അങ്ങനെ സംസാരിക്കുന്ന, അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതൊരു നെഗറ്റീവ് സെൽഫ് ടോക്കിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാം. നിങ്ങളെ ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവിലേക്ക് പോവാം. നിങ്ങൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യമാണോ ഇമാജിൻ ചെയ്യുന്നത്, ഏറ്റവും നെഗറ്റീവായിട്ടുള്ളതാണോ ഇമാജിൻ ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് പകരം, എങ്കിൽ അതിലേറ്റവും ആദ്യം തന്നെ മാറ്റം വരുത്താനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിലാണ് ഏറ്റവും ആദ്യം മാറ്റം വരുത്തേണ്ടത്. അതാണ് നിങ്ങളെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വളരെ വലിയൊരു കാര്യം എന്ന് പറയും. നിങ്ങൾ സ്വയം പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ്, ഒരു സൗഹൃദം ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചിട്ട് കൂടി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ സ്ട്രെസ്സ് കാര്യങ്ങളുണ്ടാകും. ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ മനസ്സിൽ എപ്പോഴും പറയും, നെഗറ്റീവ് സെൽഫ് ടോക്ക് വരും. പക്ഷെ അപ്പോൾ തന്നെ നിങ്ങൾ അത് ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലെ നമ്മൾ ആ പോസിറ്റിവിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ മനഃപൂർവ്വം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക, റിപ്പീറ്റ് ചെയ്യാം. നെഗറ്റിവിറ്റി വരുമ്പോൾ അപ്പം തന്നെ അത് മാറ്റി പോസിറ്റീവായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എഴുതി ആ കാര്യങ്ങൾ നിങ്ങൾ വായിക്കാം. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ അതെടുത്ത് വായിക്കുക. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത് പൈൽ നമ്പർ 1. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 ആ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിത് കാണിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾക്കുള്ള സന്ദേശം പൈൽ നമ്പർ 2 എന്താണെന്ന് നോക്കാം. Devil card, 8 of Wands, Page of Wands, Strength card, 4 of Wands, Fool card, and 5 of Cups energy. Okay. So pile number 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഡെവിൾ കാർഡ് ആൻഡ് 4 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. പലതും നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറകോട്ടേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലൈഫിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ചിന്തയിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് വരുന്ന സാഹചര്യം എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു ഡെവിൾ എനർജി കണക്ഷൻ. ഇവിടെ ഇത് പലപ്പോഴും നമ്മൾ കാർഡ്സിൻ്റെ ബേസിസിൽ ആളുകൾ കാർഡ്സിൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ നോക്കിയാണ് പലരും പല റീഡിങ്സ് പറയുന്നത്. എക്സാക്ട്ലി ആ കാർഡിൻ്റെ ബേസിസിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഇവിടുത്തെ എനർജി ഡയറക്റ്റ് കണക്ഷനാണ് സൂചിപ്പിക്കുന്നത്. കാർഡിൻ്റെ ഡയറക്റ്റ് എനർജി, അതായത് ഡെവിൾ എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ ഫിസിക്കൽ വേൾഡിലും ആ ഒരു ലോകത്തിൻ്റെതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ, ലക്ഷറി, പ്ലഷർ, അതൊരു നെഗറ്റീവ് എന്നുള്ള രീതിയിലല്ല, അമിതമായിട്ട് ഓവറായിട്ട് ചില കാര്യങ്ങളിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത്
ഹെൽത്തി ആയിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി അൺഹെൽത്തി ആയിട്ടുള്ള കാര്യം, ചിലപ്പോൾ ആഹാര കാര്യങ്ങളിലായിരിക്കാം, അമിതമായിട്ട് പുറത്തുനിന്നുള്ള ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം തന്നെ കഴിക്കുന്നതാവാം, എക്സസൈസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചില ആളുകളിൽ നിങ്ങൾ അമിതമായിട്ട് പാർട്ടി കാര്യങ്ങൾ, അതുപോലെ ആൽക്കഹോൾ, അമിതമായിട്ട് മദ്യം സേവിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ, മറ്റ് നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരുമായിട്ട് ചേർന്നിട്ട് നിങ്ങൾ ചീത്ത കൂട്ടുകെട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. നിങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെന്ന് പെടാനുള്ളൊരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് നെഗറ്റീവ്, ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം. എന്തും അമിതമായിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സാഹചര്യത്തിലും ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ ചില ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കുക, നമ്മൾ പറയുന്ന പോലെ വിട്ടുപോയിട്ടുള്ള ചില സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ചില സൗഹൃദങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഹീൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ്. വർക്ക് ഓൺ ഹീലിംഗ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ബ്യൂട്ടിഫുൾ ഹാർട്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധം, നമ്മൾ പറയും നമ്മളായിട്ടുള്ള ബന്ധം നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ബാഹ്യമായിട്ടുള്ള ആ ഒരു വ്യക്തിയല്ല, നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവ് ആയിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലരും അവനവനോട് തന്നെയുള്ളൊരു സംസാരം, അല്ലെങ്കിൽ സ്വയം അവനവൻ്റെ തന്നെ പോസിറ്റിവിറ്റീസ് കാണാൻ ശ്രമിക്കുന്നതിന് പകരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റു വഴികൾ, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളായിരിക്കാം നിങ്ങൾക്കിവിടെ, ചില സുഹൃത്തുക്കൾ ഒരു ഡെവിളിഷ് എനർജി എന്ന് പറയാം. ചില ആളുകൾ അത് ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, മറ്റു ചിലർ മനഃപൂർവ്വം ചെയ്യുന്നതുമാവാം. കാരണം ഇവിടെ ഫീലിംഗ് എംറ്റി എന്നുള്ളൊരു സാഹചര്യം ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില സൗഹൃദങ്ങളിലേക്ക് ചെന്നുപെടുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായിരിക്കാം. അപ്പോൾ അഥവാ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങളോട് തന്നെ സൗഹൃദം സ്ഥാപിക്കുക. നിങ്ങളോട് തന്നെ സൗഹൃദം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ആണ്. അപ്പോൾ ഇവിടെ ഒരു ലിബറേഷനാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഡാർക്ക്നെസ്, ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ പുറത്തു വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം ഇത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാൻ, നിങ്ങൾ അടച്ചുകൂടി നിങ്ങളൊന്നും അല്ലാതെ ഇരിക്കുക എന്നുള്ളത്. ഇപ്പോൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് പലരും പറയുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഡാൻസിങ് മെഡിറ്റേഷൻ, വാക്കിംഗ് മെഡിറ്റേഷൻ, ഈ സൈലൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ, ഓരോരുത്തർക്കും പലതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാൻസിങ് മെഡിറ്റേഷനോ വാക്കിംഗ് മെഡിറ്റേഷനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷനാണ് നിങ്ങളെ സംബന്ധിച്ച് മെഡിറ്റേഷൻ ഒരിടത്തോ അടങ്ങിയിരുന്നിട്ടുള്ളൊരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് വർക്കാവുന്നതായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ പൊതുവേ ബ്രിങ് ദ നോയ്സ് എന്നുള്ള എനർജിയാണ് അതായത് നിങ്ങൾ നൃത്തം ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശബ്ദത്തിന് മെഡിറ്റേഷൻ സഹായകരമാകുന്നുണ്ടെങ്കിൽ ശബ്ദം, അതിൽ നോയ്സ് കൊണ്ടുവരാം. കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള, ഒരിടത്ത് സംസാരിക്കാതെ ഇരുന്ന സിറ്റുവേഷൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം, ജീവിതത്തിലൊരു സന്തോഷം, അതൊരു മെഡിറ്റേറ്റീവ് ഫേസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഒന്ന് നൃത്തമാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കുക, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ വരുന്ന സമയവും ആകാം ഇത് ചില ആളുകളെ സംബന്ധിച്ച്. അതായത് നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, സാമ്പത്തികമായിട്ട് പൊതുവെ ബന്ധപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ ജോലിയാവാം, ബിസിനസ് ആവാം, അങ്ങനെയുള്ള എന്ത് കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഒക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 8 ഓഫ് വോൺസ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എന്താ പറയുക, ചില സിറ്റുവേഷനിൽ ബ്രേവ് ആയിട്ടിരിക്കേണ്ട സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങളെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത രീതിയിലായിരിക്കാം ചിലർ, അതായത് നിങ്ങളുടെ ബോസോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നിങ്ങളറിയാതെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. ചിലത് ഡയറക്റ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് അറിയാം ഇതാണ് സിറ്റുവേഷൻ എന്നുള്ളത്, പക്ഷേ എങ്ങനെ അവരെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഒരു പേഷ്യൻസിലേക്ക് മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവയർനെസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഈ ഒരു കാർഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡ് സ്ട്രോങ് ഇൻ യുവർ ബിലീഫ്. നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് പലതരത്തിലാവും. കാരണം ഇവിടെ ഒന്ന് നിങ്ങൾക്ക് എതിരായിട്ട് ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ചിലപ്പോൾ ബോസ് ആയിരിക്കും, അല്ലെങ്കിൽ കൊലീഗ്സ് ആയിരിക്കും. കൊലീഗ്സ് ആണെങ്കിൽ ചാൻസസ് കൂടുതലാണ് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ബോസ് ആണ് എങ്കിൽ സാധ്യതകൾ, കാരണം അതൊരു ഹയർ പൊസിഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ സാധ്യതകൾ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ റിമെയിൻ സ്റ്റഡി, അതൊരു കമ്പാഷനേറ്റ് ആയിട്ട് നിന്നിട്ടും അതേസമയം തന്നെ ഒരു ആരോപണം എന്നുള്ള രീതിയിലല്ലാതെ സംസാരിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കാം. പക്ഷേ ബി കോൺഫിഡൻറ്റ്, ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കുക. സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റൂഡായിട്ട് നിൽക്കുക എന്നുള്ളതല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരായാലും എന്തായാലും അവരോട് കുറച്ച് കമ്പാഷനേറ്റ് ആയിട്ട് അതായത് കുറച്ച് ദയാദാക്ഷിണ്യത്തോട് കൂടിയിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അവരിനി നമ്മളോട് എങ്ങനെയാണ് എങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു മാനുഷിക പരിഗണന അവിടെ കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ ആക്ഷൻ എടുക്കേണ്ടുന്ന സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പെട്ടെന്ന് ആക്ഷൻ എടുക്കുക, പോസിറ്റീവായിട്ട് ചിന്തകൾ കൊണ്ടു നടക്കുക. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് എങ്ങനെയാണോ അത് നമ്മൾ പറയും. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ വളരെ നല്ല സിറ്റുവേഷനാണ്, എന്താണ് പ്രോബ്ലം, ഒരു കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവും ഇത് ശരിയല്ല, എന്താണെന്ന് തുറന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ എപ്പോഴും എന്താണ് ചുറ്റുപാടിലും സംഭവിക്കുക, നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും മറ്റുള്ളവരായാലും ഒരു പ്രശ്നമില്ല, തോന്നലാണ് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള തോന്നൽ, ആ ഒരു തോന്നൽ തോന്നുന്നത് നിങ്ങൾക്കാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്കൊരു തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പ്രപഞ്ചശക്തി തോന്നിക്കുന്നതാണ് ഇതിൽ നിന്ന് മാറാൻ. അപ്പോൾ പിന്നെ ലോകത്തിൽ ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ ആ തോന്നലിനെ വിശ്വസിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകാൻ. കാരണം ആ തോന്നലിൽ പലപ്പോഴും സത്യം മുന്നോട്ടേക്ക് വരുമ്പോൾ അത് സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയാണ്. അതേപോലെ 8 ഓഫ് വൺസ് ആൻഡ് ഫൂൾ കാർഡാണ്. സ്പീഡ്, ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു അത്രത്തോളം ജീവിതത്തിൽ സാധ്യതകൾ ഏറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഫുൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ റെഡിയാണ്. ഫുൾ എനർജി എപ്പോഴും വളരെയധികം റെഡി ആയിരിക്കും. സ്വയം അത്രത്തോളം വിശ്വാസമുണ്ട് ഏത് സാഹചര്യത്തിലും. ആ ഒരു ഫുൾ എനർജി സിറ്റുവേഷൻസ് ആണ് ഇവിടെ പലപ്പോഴും എന്തിനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാനുള്ള ആ ഒരു സ്വന്തം കഴിവിലുള്ള ആ ഒരു വിശ്വാസമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവും. നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ആ സിറ്റുവേഷനിലൊക്കെ പലരും ഇത് മണ്ടത്തരമാണ്, നിങ്ങളൊരു മണ്ടനാണ്, യു ആർ എ ഫൂൾ എന്നുള്ള രീതിയിൽ മുദ്ര കുത്തിയേക്കാം. കാരണം അവർക്കത് മനസ്സിലാകുന്നുണ്ടാവില്ല അത് എങ്ങനെയാണ് അത് വർക്കാവുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത്. അപ്പോൾ ആ ഒരു വിളിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസമാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. പേജ് ഓഫ് ഫോൺസ് ആൻഡ് 4 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാ സ്വപ്നങ്ങളും തുടക്കത്തിൽ അത് വെറും മണ്ടത്തരമാണ് എന്നുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ എപ്പോഴും ആ ഒരു പേര് കേട്ടിട്ടായിരിക്കും എല്ലാവരും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. സപ്പോർട്ട് കിട്ടിയിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. സപ്പോർട്ട് ഇല്ലാതെയാണ് പലരും മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ടേക്ക് ദാറ്റ് ഡിവൈൻ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അതിനെ ട്രസ്റ്റ് ചെയ്യാം. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ പലരുടെയും ഉള്ളിലൊരു ക്രിയേറ്റീവ് സൈഡ് ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്ക് വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു കലാപരമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. വളരെയധികം ഇൻഫെക്ച്വസ് ആയിട്ടുള്ള എൻത്യൂസിയാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ് പല സിറ്റുവേഷനിലും മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷെ അടുത്ത നിമിഷം നെഗറ്റിവിറ്റിയിലേക്കും പോവാം. ആ നെഗറ്റിവിറ്റിയെ മറികടക്കണം എന്നുള്ളതാണ്. എപ്പോഴും നെഗറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ ഉടനെ പോസിറ്റിവിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ലിമിറ്റ്ലെസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങളുടെ തീം വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ
ഈ താഴെ വീണ് കിടക്കുന്ന 3 കപ്പിലാണ് നോക്കുന്നത്, വീണ്ടും നിങ്ങൾക്ക് 2 കപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് സൈഡിലേക്ക് പെസിമിസ്റ്റിക് ആയിട്ട് നോക്കാതെ പോസിറ്റിവിറ്റിയിലേക്ക് നോക്കുകയാണ് എങ്കിൽ ലൈഫിൽ ഇനിയും നിങ്ങൾക്ക് ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് സൈഡിൽ നിന്ന് മാറുക എന്നുള്ള മെയിൻ തീമിൽ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3ലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 3 പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മെസ്സേജ് കാണാനിടയായെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു റീസൺ കാരണമാണ്. അത് നിങ്ങൾ ഈ മെസ്സേജ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നുള്ളത്. Three of Swords, 6 of Pentacles, 5 of Wands, 4 of Wands, okay, Queen of Pentacles, 6 of Wands, and Ace of Wands. Pile number 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പറയാം, കുറച്ച് റെസ്റ്റ് എടുക്കുക കേട്ടോ. റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അമിതമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. കാരണം നിങ്ങൾ ഓവറായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങൾ ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം 3 of Swords ആൻഡ് Queen of Pentacles എനർജിയാണ്. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഹെവി ചേഞ്ചസ് ആണ് വരുന്നത്. ജോബ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലിയിലായിരുന്നിരിക്കാം, അവിടെ നിങ്ങൾക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കാം, ചിലപ്പോൾ ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എങ്ങനെയായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വരുന്ന 3 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ജോലിയിൽ നിങ്ങൾ എത്ര കൂടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് ചിലപ്പോൾ ഈ ഒരു കമ്പനി തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഈ കമ്പനിയിൽ പല ചേഞ്ചസ് വരുന്നുണ്ട്. സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം, മേലധികാരികൾ മാറുന്നുണ്ടാവും, ബോസ് മാറുന്നുണ്ടാവും, സിറ്റുവേഷൻസ് ചേഞ്ചസ് ആവുന്നുണ്ടാവും. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾ പറയും സിറ്റുവേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്താലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾ, അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ട് ജോലി ചെയ്യാനും നിങ്ങൾ ജോലി ഒരിടത്ത് ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യാം. അത് നിങ്ങളുടെ ചെയ്യുന്ന ജോലിയോടുള്ള നിങ്ങളുടെ കർത്തവ്യം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഗവൺമെൻറ് സിറ്റുവേഷൻസ് ആണെങ്കിലും താഴേക്കിടയിലുള്ള ആളുകളിൽ നിന്നാണ് അവർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ 3 മന്ത്സിനുള്ളിൽ പല ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ ജോലി മാറാനും മറ്റും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് 3 മന്ത്സ് ടൈം ഉണ്ട്. ഇപ്പോൾ ഉള്ള ജോലിയിൽ നല്ലൊരു പൊസിഷനിലാണെങ്കിൽ വളരെ നല്ലൊരു പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക മുന്നോട്ടേക്ക്. സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ പിന്നെ പുതിയ ജോലിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ജോലി നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലിയാണ്, ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ പുതിയ ജോലിയിലേക്ക് ശ്രമിക്കാം. 3 മന്ത് സിറ്റുവേഷണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടും നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. ആ ചേഞ്ചസ് എല്ലാം വന്നു, അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്കല്ല അത് ബാധിച്ചത്, മറിച്ച് മറ്റ് ആരെങ്കിലും ബാധിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ ബാധിച്ചിട്ടില്ല, വീണ്ടും ഇവിടെ തന്നെ തുടരണമെന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരോടൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾക്ക് ശേഷം മറുപടി പറയാം എന്നൊക്കെ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് യുക്തിയുക്തമായിട്ട് ചിന്തിച്ചിട്ട് അത് പൂർണ്ണമായിട്ടും വിട്ടുകളയാതെ ഇവിടുത്തെ സിറ്റുവേഷൻസ് നോക്കിയിട്ട്, അതായത് യുക്തിപരമായിട്ട് നോക്കുക എന്നുള്ളതാണ്. കണ്ണിങ് ആയിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഓഫീസ് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം പിന്നെ നിങ്ങളൊരു വളരെ ഉയർന്ന പൊസിഷൻ, ഹയർ പൊസിഷനിലാണ് എങ്കിൽ അതിനെക്കുറിച്ച് അധികം വ്യാകുലപ്പെടേണ്ടുന്ന കാര്യം ഇല്ല. കാരണം അത് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ആ പൊസിഷനിലുള്ളവരെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്, മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലും ആവാം. ചില ആളുകളെ സംബന്ധിച്ച് ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലുള്ളത് എങ്കിൽ ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള സെപ്പറേഷൻ ആവാം. പക്ഷേ ഇത് ആ ഒരു സിറ്റുവേഷനിലാണ് പെയിൻഫുൾ ആകുന്നത്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തിയുമായിട്ട് പിരിഞ്ഞത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അത് നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കുന്നുണ്ട്, നിങ്ങളെ കുറച്ചുകൂടി
ലൈഫിൽ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ട്, ആ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വരുന്ന 3 months ടൈം പീരീഡിൽ നിങ്ങൾ വളരെ ഹയർ പൊസിഷനിലേക്ക് എത്താം. നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ചേഞ്ചസ് അല്ല എങ്കിൽ റിലേഷൻഷിപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിന്ന് വരില്ല. പക്ഷെ ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾ പൊസിഷനിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഹയർ പൊസിഷനിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളെ ആരും പിടിച്ച് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ അവിടുന്ന് മാറാത്തത്. അവർക്ക് വേണ്ടി മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഹയർ പൊസിഷനിലേക്ക് പോകാനും ട്രാൻസ്ഫറോ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫറോ ഒക്കെ സിറ്റുവേഷൻ വന്നിട്ട് മാറാതെ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതാകുമ്പോൾ നിങ്ങൾ ഫ്രീ ആണ്, യു ആർ ഫ്രീ ബേർഡ്, ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രീ ബേർഡിന് ആകുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരു പോസിറ്റീവ് മെസ്സേജാണ്, ഒരു ക്രിയേറ്റീവ് കംഫർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ലൈഫ് ജീവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ. സെൽഫ് വർത്ത്, നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ 6 of Pentacles and 4 of Swords എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെസ്സേജ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ടെൻസ്ഡ് ആയിരുന്നു എങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് വളരെയധികം ബെറ്റർ ആവുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷണൽ സൈഡും നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതിയാകും. ഫിനാൻഷ്യൽ സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ പ്രൊമോഷനും ശമ്പള വർധനവോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ആകാം. ഈ രണ്ടും കൂടിയിട്ടുള്ള സിറ്റുവേഷൻസും ആകാം. റിസീവിങ് എൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. കൊടുക്കൽ വാങ്ങലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത, അപ്പോൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻ്റെ ലിസ്റ്റിൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. കാരണം അവിടെ ഒരു ട്രാൻസ്ഫർ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ടേക്ക് കിട്ടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ് അതേപോലെയുള്ള മേഖലകളിലൊക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്നതാണ്. കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി തിരിച്ച് കയ്യിലേക്ക് കിട്ടുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫിലൊരു ചോയ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഫീൽ ഗുഡ് വരുന്നുണ്ട്. അതേപോലെ സാമ്പത്തികമായിട്ടും ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ അബണ്ടൻസും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് ടുവേർഡ്സ് പോസിറ്റിവിറ്റി, ടുവേർഡ്സ് പ്രോസ്പെരിറ്റി, അതെങ്ങനെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ 6 of Pentacles and 6 of Wands എനർജി കണക്ഷൻസ് ആണ്. 6 of Wands എനർജി കണക്ഷൻസ്, 6 of Pentacles ലൈക്ക് നിങ്ങളെ ചുറ്റിനൊരു തൃപ്തി തോന്നുന്ന ഒരു സമയം, ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ ഐ എം വേർത്തി എന്ന് തോന്നുന്നത്. ഐ എം വേർത്തി ഓഫ് സക്സസ്, ഐ എം വേർത്തി ഓഫ് അബണ്ടൻസ്, ഐ എം വേർത്തി ഓഫ് ഹാപ്പിനെസ്, ഐ എം വേർത്തി ഓഫ് എല്ലാത്തിലും നിങ്ങൾ ഇതെനിക്ക് അർഹിക്കുന്ന ഒരു വിജയമാണ്, ഇതെനിക്ക് അർഹതപ്പെട്ട ഒരു സമ്പത്താണ്, ഇതിന് അർഹതപ്പെട്ട ജോലിയാണ്, ഇത് അർഹതപ്പെട്ട സന്തോഷമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സംതൃപ്തിയും സന്തോഷവും വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പെർമിഷൻ കൊടുക്കുക ഈ ഗിഫ്റ്റ്സൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ സമയമെടുത്ത് നിങ്ങളുടെ ഓൺ റേഡിയൻസ് മനസ്സിലാക്കുക, നിങ്ങൾ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു വേൾഡിൽ നിങ്ങളുടെ അത്രയും മാജിക്, അതായത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ അത്രയും പറ്റുന്ന വേറെ ഒരാൾ ഈ ലോകത്തിലില്ല എന്നുള്ളതാണ്. സോ ബി ഗ്രേറ്റ്ഫുൾ ടു ദ യൂണിവേഴ്സ്, ബി ഗ്രേറ്റ്ഫുൾ ടു പീപ്പിൾ അറൗണ്ട് യു, ബി ഗ്രേറ്റ്ഫുൾ, നിങ്ങളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം. കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ. അങ്ങനെയുള്ളവരെ വിട്ടേക്കുക. കാരണം അങ്ങനെയുള്ളവരുണ്ടാകും എന്ന് വെച്ചിട്ട് നമ്മൾ നല്ല ജീവിതത്തിലുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ
കുറിച്ചിട്ട് നെഗറ്റീവായിട്ടൊരു ചിന്തയിലേക്ക് വരാതിരിക്കുക എന്നുള്ളത്. ഇവിടെ 5 ഓഫ് ഫോൺസ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഈ ഒരു 5 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ചുറ്റുപാടും ഈ ഒരു എനർജി കൂടുതലായിട്ട് ചുറ്റും കൂടി നിന്നിട്ട് കോൺഫ്ലിക്റ്റിംഗ്, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുക, നിങ്ങൾക്ക് ലിമിറ്റേഷൻസ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒത്തിരി ആളുകൾ, അതായത് ഈഗോ ക്ലാഷും ഒത്തിരി നെഗറ്റീവ് ഫീലിങ്സ് ഉള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതൊക്കെ നിങ്ങളിലേക്കാണ് അവർ വർഷിക്കുന്നത്. പക്ഷേ യു ആർ ദ ക്വീൻ, നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ദെൻ പിന്നെ ആ ഒരു ഒരു നെഗറ്റീവ് തോട്ട്, നെഗറ്റിവിറ്റിയിലേക്ക് പോകേണ്ടുന്ന ഒരു ആവശ്യമില്ല. കാരണം ഈ പറയുന്ന ആളുകളൊക്കെ എന്തൊക്കെ സിറ്റുവേഷൻസ് പറഞ്ഞാലും ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ വർക്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ടാവും, അവരൊക്കെ ഒത്തിരി നിങ്ങൾക്ക് എതിരായിട്ട് എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ ആ ഒരു കസേര നമ്മൾ പറയുക, ആ കസേര നിങ്ങളുടെ തന്നെയാണ്. അതിൽ ആർക്കും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്നുള്ളൊരു പോസിറ്റീവ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണാം. ബ്ലാക്ക് കാറ്റ്, അതല്ല 1 അല്ല 4. അപ്പോൾ ഈ ബ്ലാക്ക് കാറ്റ് എനർജി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളവിടെ നാട്ടിൽ പറയുന്ന ഒരു രീതി കറുത്ത പൂച്ച നെഗറ്റീവാണ്, പക്ഷേ കറുത്ത പൂച്ച പോസിറ്റീവാണ്. പല തരത്തിലുള്ള കൾച്ചേഴ്സിലും ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ മറ്റതൊരു സമ്പത്തിൻ്റെ അതായത് അബണ്ടൻസിൻ്റെ വാതിലിൻ്റെ കാവൽക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വാതിൽ കാക്കുന്ന ഒരു പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിലാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണാം. ആ ഒരു പൂച്ച ആ ഒരു സ്വത്തിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രപഞ്ചശക്തി കാവലായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഏസ് ഓഫ് വോൺസ് പുതിയൊരു തുടക്കമാണ് ജീവിതത്തിൽ. പല കാര്യങ്ങളിലും പുതിയ തുടക്കം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഐഡിയാസ് ആവാം. നിങ്ങൾ ജോലി ചെയ്യുന്നവർ വീണ്ടും പഠിക്കാൻ പോകുന്നു എന്ന് തീരുമാനിക്കുന്നുണ്ടാവും. പഠിത്തം ജോലിയോടൊപ്പം തന്നെ കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിരിക്കാം. നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ. ആ ഒരു പ്രപഞ്ചശക്തിയിലേക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഫീലിംഗ് ഓഫ് കംപ്ലീഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക, ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരിക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു തീയ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു തീയ് അല്ലെങ്കിൽ അഗ്നി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബേൺ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.